നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള അടി പലയിടത്തും ചൂടൻ ചർച്ചയാണ്. മാധ്യമങ്ങളിലൊക്കെ നിറയുന്നതും ഈ അടി തന്നെയാണ്. റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അടി. നല്ല ബെസ്റ്റ് ടീമാണ്. പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ CPM സൈബർ ഗ്രൂപ്പുകൾ ഈ കസേരയടി ചർച്ചയാക്കുന്നു, ട്രോളാക്കുന്നു. ഒടുക്കം പടച്ചുവിട്ട ട്രോളെല്ലാം കമ്മികൾക്ക് സ്വന്തം മൂട്ടിൽ പൊട്ടിയ അവസ്ഥയാണ്. കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണെങ്കിലും മുഖ്യമന്ത്രി UDFന്റേത് തന്നെയെന്ന് കമ്മികൾ സമ്മതിക്കുന്നുണ്ടല്ലോ, സന്തോഷമെന്ന് കോൺഗ്രസ് സൈബർ ടീം തിരിച്ചടിച്ചു. ഇതിനിടെ മുഖ്യനും റിയാസിനും ഇട്ട് കൊട്ടി UDFിലെ പെണ്ണുങ്ങളും. UDFന്റെ മുഖ്യമന്ത്രി ആരാകുമോ എന്നാണ് ഏവരും ചോദിക്കുന്നത്. എന്നാൽ ഇടതുമുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി ആകുമോ അതോ റിയാസ് ആകുമോ എന്ന് ചോദിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ക്ലിഫ് ഹൗസിലോട്ട് കയറി ഒരു വെടിയങ്ങ് പൊട്ടിച്ചു. UDFന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചപ്പോഴായിരുന്നു ദീപ്തിയുടെ ഈ ഒരു ട്രോള്. UDFന് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട്. കാരണം മുഖ്യമന്ത്രി UDFന്റേതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു നവമാധ്യമത്തിന് പോലും സംശയമില്ല. AICCക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്നും തെരഞ്ഞെടുക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഏറ്റവും ഉചിതമായ സമയത്ത് ഉചിതമായ ഒരാളെ പ്രഖ്യാപിക്കും. ഈ വിഷയത്തിൽ ആരും അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. എന്നാൽ ഇനി വരാൻ പോകുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവ് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനി മാധ്യമങ്ങൾ ഒരു ചർച്ച നടത്തണം എന്നാണ് ദീപ്തി മേരി വർഗീസ് തിരിച്ചടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി മാറി ഇനിയിപ്പോൾ പ്രതിപക്ഷത്തേക്ക് കയറുന്ന പിണറായി പ്രതിപക്ഷ നേതാവാകുമോ അതോ മരുമകൻ റിയാസിനെ ആക്കുമോ എന്നാണ് പരിഹസിച്ചുകൊണ്ട് ദീപ്തി പറഞ്ഞത്. ഇതിപ്പോൾ കാരണഭൂതന്റെ ബോധം പോകുമല്ലോ. ഭരണം കിട്ടില്ല, തോൽക്കുമെന്ന സർവേ ഫലം വന്നപ്പോൾ തന്നെ പിണറായിക്ക് കലിയിളകി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടത് തോൽക്കും എന്ന് ജനങ്ങളുടെ പ്രതികരണം കേട്ടപ്പോൾ കലി കയറി. അങ്ങനെ ഭരണം കിട്ടില്ലെന്ന് കേൾക്കുന്നതേ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പിണറായിക്കുള്ളത്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയ്ക്ക് പിടിച്ചോളാൻ പരിഹാസം വരുന്നത്. മുഖ്യമന്ത്രി കസേര പോകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടി നടക്കുന്നു. ചാനലിൽ മുഴുവൻ നിറയുന്നത് ഈ വാർത്തയും. തൻ്റെ തല, തൻ്റെ ഫുൾ ഫിഗർ, അത് ചാനലിൽ നിന്ന് പോയതിൻ്റെ കലിപ്പ് പിണറായിക്ക് മറ്റൊരു തരത്തിൽ സഹിക്കാൻ കഴിയുന്നില്ല. അതായത് ഇതുവരെ പിണറായിയുടെ ധാർഷ്ട്യവും കടക്കുപുറത്ത് ചെറ്റത്തരം ഇതൊക്കെ ആയിരുന്നല്ലോ മാധ്യമങ്ങളിൽ അങ്ങ് നിറഞ്ഞു നിന്നിരുന്നത്. രാവിലെ തുടങ്ങുന്നത് മുതൽ ഇരുള് വെളുക്കുവോളം പിണറായി തല, പിണറായി ഫുൾ ഫിഗറാണ് ചാനൽ മുഴുവൻ നിറയുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പിണറായിയെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. അതിൻ്റെ ഒരു കലിപ്പും ചൊരുക്കുമൊക്കെ പിണറായിക്കുണ്ട്. അതായത് ഞാൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നെ പിന്നെ എവിടെയും മഷിയിട്ട് നോക്കിയാൽ പോലും ആർക്കും കാണാൻ കിട്ടില്ലല്ലോ എന്നുള്ളൊരു വേവലാതി. അതിൻ്റെ ഇടയിൽ തോൽക്കുമെന്ന നിരന്തര ശാപവാക്കുകൾ പല വഴിക്കൂടെ. അധികാരമില്ലാതെ ഒരു നിമിഷം പിണറായിക്ക് കഴിയാൻ കഴിയില്ലല്ലോ. ജനങ്ങളുടെ ദാസനാണെന്നൊക്കെ നിയമസഭയിൽ മാത്രമേ തള്ളുകയുള്ളൂ. ശരിക്കും വിജയനാണ്, അകത്തും പുറത്തും അടിമുടി ധാർഷ്ട്യം നിറഞ്ഞ വിജയൻ. UDFിൽ നടക്കുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി ഏതാണ്ട് അതിര് കടന്നിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പരസ്പരം ചെളി വാരി എറിയുന്ന നിലയിലേക്ക് നേതാക്കൾ എത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി ഭൂരിപക്ഷം ലഭിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ച തെരുവിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൽ അതൃപ്തി വ്യക്തമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം. ഇത്തരം ചർച്ചകൾ അനവസരത്തിലാണെന്നും UDFന്റെ വിജയത്തിന് കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം, എന്നിട്ട് ഭൂരിപക്ഷം ലഭിക്കണം. അതിനു മുൻപ് ചർച്ച പൊതുസമൂഹത്തിൽ വരുന്നത് ശരിയല്ല. ഇത് ഉചിതമായ നടപടിയല്ല എന്നും മുസ്ലിം ലീഗും ഉറച്ചു വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത മഹാത്യാഗത്തെ വിസ്മരിക്കലാണ് മുഖ്യമന്ത്രി ചർച്ചയെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുവരുന്നത്. വോട്ടർമാർക്കിടയിലും UDF പ്രവർത്തകർക്കിടയിലും നൈരാശ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിലേക്ക് നേതാക്കൾ പോകരുതെന്നും സലാം പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപ് ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. അച്യുതമേനോൻ രാജ്യസഭ MP ആയിരിക്കെയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ചർച്ചകൾ അനവസരത്തിലാണ്. മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് ലീഗിനോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറയും. കോൺഗ്രസ് തീരുമാനം ലീഗ് അംഗീകരിക്കുമെന്നും സലാം പ്രതികരിച്ചു.
മലപ്പുറം പുറത്തുമുള്ള ഘടകകക്ഷി നേതാക്കൾ പാണക്കാട്ടും കുഞ്ഞാലിക്കുട്ടിയെയും വന്നു കണ്ട് സൗഹൃദം പങ്കിടൽ സാധാരണമാണെന്നും ഇദ്ദേഹം പ്രതികരിച്ചു. ലീഗിന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചാൽ പോരെ, നിങ്ങളല്ലേ ഏറ്റവും വലിയ ഹൈക്കമാൻഡ് എന്നായിരുന്നു സലാമിന്റെ മറുചോദ്യം. മുഖ്യമന്ത്രി ചർച്ചയെ വിമർശിച്ച് കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ MP MK രാഘവനും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കരുതെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ലെന്നും അത് ചിലരുടെ പിടിവാശിയാണെന്നും MK രാഘവൻ പറഞ്ഞു. അത് ഹൈക്കമാൻഡിന്റെ തലയിൽ ഇടേണ്ടതില്ല എന്നും രാഘവൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് പിന്നീട് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും MK രാഘവൻ പറഞ്ഞു. വോട്ടെണ്ണും മുൻപ് മുഖ്യമന്ത്രി ചർച്ച ശരിയായില്ല. അനവസരത്തിലുള്ള ചർച്ചയാണിതൊക്കെ. ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ചർച്ച ഉണ്ടാകാൻ പാടുള്ളൂ. കേരളത്തിൽ ഇത് ആദ്യമാണ്. ഇത് നല്ല പ്രവണതയല്ല. UDF പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതിനിടെ തെരുവിൽ വെച്ച് മുഖ്യമന്ത്രി ആരാകണമെന്ന് ചർച്ച നടത്തുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിനും UDF-നും ഗുണകരമല്ല. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും രാഘവൻ പ്രതികരിച്ചു. പ്രവർത്തകരെ കളിയാക്കുന്നതിന് തുല്യമായി പോയി നേതാക്കളുടെ തമ്മിലടി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു മുന്നണിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ഈ കസേര കളി മാറിപ്പോയി. പാർട്ടി പ്രവർത്തകർ ഒരിക്കലും ഇത്തരം നീക്കങ്ങളെ അംഗീകരിക്കില്ല എന്നും രാഘവൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. സംഘടനാപരമായ എല്ലാ കാര്യങ്ങളിലും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അന്തിമമെന്നും ഉചിതമായ സമയത്ത് അവർ യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും രാഘവൻ പ്രതികരിച്ചു. DCC പ്രസിഡന്റ് ഷിയാസ് ആണ് ഇത് ആദ്യം പറഞ്ഞത്. ആ പ്രസ്താവനയാണ് എല്ലാ പ്രശ്നവും തുടങ്ങിവെച്ചത്. അവിടെ നിന്നാണ് വ്യാപകമായ ചർച്ചയിലേക്ക് ഇത് മാറിയത്. VD സതീശൻ പിന്നിലുണ്ടെന്ന് കരുതുന്നില്ല. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും കോൺഗ്രസ് അണികളുടേതെന്ന് പറയാൻ കഴിയില്ല എന്നും രാഘവൻ വ്യക്തമാക്കി. പാർട്ടിയിലെ ഈ തർക്കങ്ങൾ മുതലെടുക്കാൻ പുറത്തുനിന്നുള്ള പലരും സൈബർ സ്പേസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. വിഷയം പരമാവധി വഷളാക്കാൻ ശ്രമിക്കുന്ന അത്തരം ആളുകൾ ഈ സ്പേസ് ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അസമിൽ ഗൗരവ് ഗൊഗോയ് മത്സരിച്ചു. MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡിന്റെ തലയിൽ വെക്കരുത് എന്നും എന്തടിസ്ഥാനത്തിലാണ് MP-മാരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത് ഹൈക്കമാൻഡാണെന്ന് പറയുന്നതെന്നും ഹൈക്കമാൻഡിന്റെ തലയിൽ ഇതൊന്നും കൊണ്ട് ഇടാൻ ശ്രമിക്കേണ്ട എന്നും അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്.